SSLC ക്രിസ്മസ് എക്സാം 2024-ൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി അപ്രിസിയേഷൻ ചോദിക്കുന്നത് അത് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗണും, പോയം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് പോയട്രിയും ആയിരിക്കും. Hey guys, it's me MS Solutions and It's me FD from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, MS-ന്റെ പ്രഡിക്ഷൻ്റെ തുടക്കം എന്നോണം ഇതാ ഒരു സാധനം നമ്മൾ അങ്ങോട്ട് പൊട്ടിക്കാൻ പോവാണ്. സാറേ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അപ്രീസിയേഷനും, രണ്ട് പോയം ക്വസ്റ്റ്യൻസും ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നാണ് പൊതുവെ പറയാറുള്ളത്. യെസ്, അതിൽ കഴിഞ്ഞ 2023 പ്രകാരം സാർ പറഞ്ഞോളി ബാക്കി. 2023 നമുക്ക് വന്നിട്ടുള്ളത് അപ്രീസിയേഷൻ പോയട്രി ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ടാകും. രണ്ടാമതായിട്ട് ഈ പോം ക്വസ്റ്റ്യൻസ് എന്താ എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാ മക്കളെ? ആദ്യം ഒരു പാരഗ്രാഫ്, നമ്മുടെ സ്റ്റോറി, നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ നിന്ന് ഒരു പാരഗ്രാഫ് ഉണ്ടാകും. അതിന് തൊട്ട് താഴെ 6 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പോം തരും, അതിലെ വരികൾ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും. ഇങ്ങനെയാണ് പാറ്റേൺ ഉള്ളത്. 2023 അപ്രീസിയേഷൻ തന്നത് പോയട്രി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ ആയിരിക്കും. അതിൽ യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സാറേ, നമ്മുടെ ഈ പോം ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ഏതായിരിക്കും? പോയട്രിയിൽ നിന്നും ആയിരിക്കും. പോയട്രി ആകുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പോയറ്റിക് ഡിവൈസസ് പഠിക്കാതെ പോകരുത്. കാരണം അവ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് അതിൽ നിന്നായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇതിൽ നിന്ന് ഇന്ന പോയറ്റിക് ഡിവൈസസ് കണ്ടെത്തൂ, അല്ലെങ്കിൽ ഇത് എന്തിന് എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കത് എഴുതിയാണ്ട് അറിയിച്ചാലോ സാറേ? 2024 ക്രിസ്മസ് എക്സാമിനുള്ള പ്രധാനപ്പെട്ട അപ്രീസിയേഷൻ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ ആയിരിക്കും എന്നുള്ളതാണ് MS-ന്റെ പ്രഡിക്ഷൻ. അപ്പോൾ നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് ഉറപ്പിക്കാം. ഓക്കെ, യെസ്. സോ വീണ്ടും ഒറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് നാളെ ഇന്നല്ലേ, ഇന്ന് 7:20 PM പക്ക ഷുവർ ക്വസ്റ്റ്യൻസ്. സാർ എത്ര പക്ക ഷുവർ ക്വസ്റ്റ്യൻസ്? നമ്മളൊരു 30 ആണ് എടുത്തിട്ടുള്ളത്. യെസ്. അപ്പൊ അത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള 30 പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഫാദർ സാർ വരുന്നത്. 7:20 കയറി വരിക. ഇതൊരു തുടക്കം പ്രഡിക്ഷൻ മാത്രമാണ്. അതിൽ പക്ക പ്രഡിക്ഷൻസ് ആയിരിക്കില്ലേ സാർ? അതെ, പക്ക പ്രഡിക്ഷൻ ആയിരിക്കും. അതോടൊപ്പം സാറേ, ഡിസ്കോഴ്സസും അപ്രീസിയേഷനും ഞാൻ പരമാവധി നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. വളരെ കുറഞ്ഞ സമയം, ഒരു 15 മിനിറ്റ് നിങ്ങൾ അതിലൊന്ന് എൻഗേജ് ആവുകയാണെങ്കിൽ അതിന്റെ ഒരു ഫലം നാളെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും എന്നുള്ളത് കൂടി ഞാൻ പറയാൻ ഈ സമയം. യെസ്, അതായത് അപ്രീസിയേഷൻ ഇപ്പോൾ ബാലഡോ അല്ലെങ്കിൽ ഇതോ വരികയാണെങ്കിൽ അത് എങ്ങനെ എഴുതണം എന്നുള്ളത് സാറ് കൃത്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ഡിസ്കോഴ്സസ് ഇൻ വൺ വീഡിയോ അല്ലേ സാറേ? എല്ലാ 60 മാർക്കിന്റെ കംപ്ലീറ്റ് ഡിസ്കോഴ്സസും ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. സോ തിരക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട. 7:20 PM പക്ക ഷുവർ ക്വസ്റ്റ്യൻസുമായി ഫാദർ സാർ വരുന്നു MS Solutions SSLC യൂട്യൂബ് ചാനലിൽ. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS Solutions and it's me FD from MS Solution. വേറെ സൊല്യൂഷൻസ്. ബൈ.